ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തുളസിയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് തുളസി? യസ്യാ ദേവ്യാ സുലാ നാസ്തി വിശ്വേഷു ചാഖിലേഷു ച തുളസി തേന വിഖ്യാത. അഖിലാണ്ടത്തിലെ യാതൊന്നിനോടും ഓടിക്കാൻ, അതായത് തുലനം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഇതിന് തുളസി എന്ന പേര് വന്നു. തുളസി ദേവിയാണ്. ഇങ്ങനെയാണ് ദേവി ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത്. തുളസിയുടേതായ ഔഷധ ഗുണങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ രോഗത്തിന് ശമനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിശിഷ്ട ചെടിയും കൂടിയാണെന്നാണ് പറയുന്നത്. തുളസി കടുക തിക്ത ഹൃദ്യ ഉഷ്ണ ദാഹപിത്തഹൃത്ത് ദീവനീ കുഷ്ഠകൃത് ശാസ്ത്ര പാർശ്വ കഫവാദജിത്ത് ശുക്ലാ കൃഷ്ണ ഗുണൈതുല്യ പ്രകീർത്തിത. തുളസി എരിവും കയ്പുള്ളതും ഉഷ്ണവീര്യമുള്ളതും ദഹനത്തെ സഹായിക്കുന്നതുമാണ്. അത് വാദം, കഫം, ചർമ്മരോഗങ്ങൾ, മൂത്രതടസ്സം എന്നിവയെ മാറ്റുന്നു. കറുത്ത തുളസിക്കും വെളുത്ത തുളസിക്കും ഒരേ ഔഷധ ഗുണങ്ങളാണ് പറയപ്പെടുന്നത്. വിശേഷമായിട്ട് തുളസിയുടെ മാഹാത്മ്യം എന്താണ്? തുളസ്യാഹ ശൃണുമാഹാത്മ്യം പാപഘ്നം സർവതാമുദം സ്വത്വാ സ്വത്വാ തദാഖ്യാത കാർത്തികേന മിതാർച്ചിത യോപിതാ സേവിതാ നിത്യം പാപം ഹന്തി യുഗാർജിതം അഷ്ടധാ തുളസി യേസ്തു സേവിതാബ്ജസത്തമ യുഗകോടി സഹസ്രാണി തേവസം ഹരേ ഗൃഹേ. തുളസിയെ കാണുന്നതും സ്പർശിക്കുന്നതും ധ്യാനിക്കുന്നതും വണങ്ങുന്നതും പൂജിക്കുന്നതും നടുന്നതും നനയ്ക്കുന്നതും സേവിക്കുന്നതും ഇങ്ങനെയുള്ള 8 കാര്യങ്ങൾ ചെയ്യുന്നവർ യുഗങ്ങളായുള്ള പാവങ്ങളിൽ നിന്ന് തന്നെ മുക്തരായിട്ട് അവര് ഇഷ്ടലോകത്തെ പ്രാപിക്കുമെന്ന് പറയപ്പെടുന്നു. തുളസീഗന്ധമാതായ എത്ര ഗച്ഛതി മാരുതഃ ദിശോ ദശ പുനാക്യാശു ഭൂതഗ്രാംഭശ്ചതുർവിധാൻ. തുളസിയുടെ ഗന്ധമേറ്റ കാറ്റ് കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം, അതായത് 10 ദിക്കുകളിലും സമസ്ത ജീവജാലങ്ങളും പവിത്രീകരിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ തുളസിയിലയിൽ ദേവതാ സാന്നിധ്യങ്ങളിൽ കുടികൊള്ളുന്നുണ്ടെന്ന് പത്മപുരാണത്തിലൊക്കെ പ്രസ്താവിക്കുന്നുണ്ട്. എത്ര ഏക തുളസി ഉഷ്ടത്തിഷ്ഠതി ദ്യോസത്തമ തത്രൈവ ത്രിദശാഃ സർവേ ബ്രഹ്മവിഷ്ണു ശിവാദയഃ കേശവഃ പത്രമധ്യേഷു പത്രാഗ്രേഷു പ്രജാപതിഃ പത്രവൃന്ദേ ശിവത്തിഷ്ഠ തുളസ്യാഃ സർവദൈവഹി. ഒരു തുളസി ചെടി ഉള്ളിടത്ത് സമസ്ത ദേവന്മാരും ഉണ്ടാകും. തുളസി ഇലയുടെ മധ്യത്തിൽ വിഷ്ണുവും തുമ്പിൽ ബ്രഹ്മാവും ഞെട്ടിൽ ശിവനും വസിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇലകളിലെ ലക്ഷ്മിയും സരസ്വതിയും ഗായത്രി തുടങ്ങിയ ദേവിമാരും ശാഖകളിലെ ഇന്ദ്രൻ തുടങ്ങിയ ദിക്പാലകന്മാരും വസിക്കുന്നെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ തുളസി നുള്ളാൻ പാടില്ലാത്ത സമയങ്ങളെ കുറിച്ചിട്ട് പ്രത്യേകം പ്രസ്താവിച്ചിട്ടുണ്ട്. പൂർണിമായാം അമായാഞ്ച ദ്വാദശ്യാം രവിസംക്രമേ തൈലാഭ്യംഗേജ സ്നാവേന മധ്യാഹ്നേ നിശി സന്ധ്യയോഃ ആശോചി അശുചികാലേ രാത്രിവാസന്യതേപി വാ തുളസീ ഛിന്നന്ത്യത്തെ ഛിന്നന്തി ഹരേഃ ശിരഃ. പൂർണിമായാം അമായാഞ്ച, അതായത് പൗർണമി, അമാവാസി, ദ്വാദശി, സംക്രാന്തി, എണ്ണ തേച്ച് ആ സമയം, അങ്ങനെയുള്ള സമയത്ത്, ഉച്ച സമയത്ത്, രാത്രി, സന്ധ്യകളില്, ആശോചകാലങ്ങളില്, അശുദ്ധിയുള്ള സമയങ്ങളില് തുളസി ഇല നുള്ളരുതെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് കരിയുടെ ശിരസ് അറുക്കുന്നതിന് സമമായ ഒരു പാപമായിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ തുളസി നുള്ളുമ്പോഴും ചൊല്ലേണ്ട മന്ത്രമുണ്ട്. മാത തുളസി ഗോവിന്ദ ഹൃദയാനന്ദകാരിണി നാരായണസ്യ പൂജാർത്ഥം ചിനോമിത്വം നമോസ്തുതേ എന്ന് പറഞ്ഞു വേണം നുള്ള. തുളസി മാതാവേ, ഗോവിന്ദന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നവിടെ നാരായണന്റെ പൂജക്കായി ഞാൻ നിന്നെ നുള്ളുന്നു, നിനക്ക് നമസ്കാരം. ഈ മന്ത്രം ചൊല്ലി കൈകൊട്ടി അനുവാദം വാങ്ങി ശാഖകൾക്കൊന്നും വേദന വരാത്ത രീതിയിൽ പതുക്കെ വേണം തുളസിയുടെ ഇല നുള്ളാൻ. ഇതൊക്കെയാണ് തുളസിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു.
പുതിയ വിഷയമായിട്ട് അടുത്തതിൽ പറയപ്പെടുന്നതായിരിക്കും.